പാപം വഴി കടമുണ്ടാകുന്നുണ്ട്. എവിടെ കടമുണ്ടാകുന്നത്? പാപം പിശാചിന്റെ പ്രവൃത്തിയാണ്. അവനെ നമ്മൾ അനുസരിക്കുകയാണ്. അപ്പൊ അവന് നമ്മൾ പാപത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ പിശാച് അനുസരിക്കുമ്പം നമ്മൾ പിശാചിന്റെ കടക്കാരനായിട്ട് മാറുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന ഈശോയുടെ നിഷ്കർഷയെ ഒരു പൊതുശീർഷകമാക്കിക്കൊണ്ട് കർത്തൃ പ്രാർത്ഥനകളും എടുക്കുന്ന തിരുവചന വിചിന്തന പരമ്പരയുടെ 81-ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്തൃ പ്രാർത്ഥനയിലെ 7 യാചനകളിൽ 5-ാമത്തെ യാചനയിലേക്ക് നമ്മൾ കഴിഞ്ഞ സെഷനിൽ കടക്കുകയുണ്ടായി. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. മത്തായി 6-ാം അധ്യായത്തിൽ 12-ാം വാക്യം. ഇപ്പോൾ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാനായിട്ടുള്ളത്, നമ്മൾ കഴിഞ്ഞ സെഷൻ കാണുകയുണ്ടായി ഏതൊരു പാപത്തിന് 2 മാനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പക്കൽ പാപത്തിന് യാചിക്കുമ്പോൾ സഹോദരൻ ക്ഷമിച്ചിരിക്കണമെന്ന് പറയുന്നത്. ഒരു വർഷം കാണുകയുണ്ടായി. ഇന്നത്തെ ഈ സെഷൻ നമ്മൾ ശ്രദ്ധിക്കുന്നത് 12-ാം വാക്യത്തിൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. കടങ്ങൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഇതിൻ്റെ വിശദീകരണം പിന്നെ ഈശോ അടിവരയിട്ട് പറഞ്ഞ് ഉറപ്പിക്കും. 14-15 വാക്യങ്ങളിൽ മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും, ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കുകയില്ല. അപ്പം കടങ്ങൾ തെറ്റുകളല്ല, പാപങ്ങൾ. ഈ 2 വാക്കുകൾ നമുക്കറിയാം. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഈ 2 വാക്കുകൾ ഒരുമിച്ച് തന്നെ വരുന്നത് കാണാൻ പറ്റും. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. കുർബാനക്രമത്തിൽ നമ്മളിത് ആവർത്തിച്ച് ചൊല്ലുന്നുണ്ട്. ഈ കടങ്ങൾ, പാപങ്ങൾ അല്ലെ, പാപവും കടവും ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത് 2 കാര്യങ്ങളാണോ അതോ ഒരു കാര്യം തന്നെയാണോ? എങ്കിൽ പിന്നെ ഒരു കാര്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് 2 വാക്ക് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പല വിചിന്തനങ്ങളുണ്ട്. പക്ഷെ അത് 2 കാര്യം സൂചിപ്പിക്കുന്നതല്ല, ഒരേ കാര്യത്തെപ്പറ്റി തന്നെ സൂചിപ്പിക്കുന്നതല്ല. ഒരേ കാര്യത്തിൻ്റെ 2 തലങ്ങൾ അല്ലെങ്കിൽ ഒരു അനുഭവ വിശേഷം അല്ലെ അതുവഴി ഉണ്ടാകുന്ന ഒരു അപജയത്തിൻ്റെ മേഖലയാണ്, ഒരു നിസ്സഹായ മേഖല, തിന്മയുടെ മേഖലയാണ് ഈ കടം എന്നുള്ള വാക്ക് കാണിക്കുന്നത് എന്നും. കടത്തെപ്പറ്റി ചിന്തിക്കുമ്പം നമുക്ക് ഈ കടം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കടം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാമല്ലോ. നമ്മൾ എന്തെങ്കിലും ഒരാളുടെ പക്കൽ നിന്ന് കുറച്ച് പൈസ കടം വാങ്ങിക്കുമ്പം നമുക്കത് എങ്ങനെയാണ്? ആരെയും പൈസ കടം തരുന്നത് എങ്ങനെയാണ്? നമ്മൾ എന്തെങ്കിലും വസ്തു പണയം വെച്ചിട്ട് ബാങ്കുകളിൽ നിന്ന് കടം ആയിട്ട് പണം വാങ്ങിക്കുന്നത് നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വസ്തുവിൻ്റെ മേൽ നമുക്ക് പണം കടം തന്ന ആളിന് നമ്മൾ അവകാശം കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ പണം കൊടുക്കുന്നില്ല എങ്കിൽ വസ്തു ആ വ്യക്തിക്ക് എടുക്കാം, സ്വന്തമാക്കാം. അത് നമ്മൾ കൊടുക്കുകയല്ല, അത് നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ പണം നമ്മൾ തിരിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ വസ്തു പോയി എന്നർത്ഥം. സ്വർണം പണയം വെച്ച് നമ്മൾ പണം വാങ്ങിക്കുന്നു, കടം വാങ്ങിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്വർണത്തിൻ്റെ മേൽ അവർക്ക് നമ്മൾ അവകാശം കൊടുത്തു. ആ സ്വർണം വീട്ടിൽ വെച്ചാൽ പറ്റിയല്ല, പിന്നെ ആ സ്വർണം അവരുടെ കഷ്ടം കൊണ്ട് കൊടുക്കുകയാണ്. അവിടെ ലോക്കറി വെക്കുക, അവർ വെട്ടിക്കാൻ കൊടുത്തു. എന്നിട്ടാണ് നമ്മൾ പണം വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അപ്പം എന്ന് പറയുമ്പം ആ സ്വർണം വെച്ച് നമ്മൾ സ്വർണം പണയപ്പെടുത്തി ആണ് നമുക്ക് കടം കിട്ടിയിരിക്കുന്നത്, കടമായിട്ട് പണം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സ്വർണം ഇപ്പം നമ്മുടെ സ്വർണമാണ് എങ്കിൽ പോലും വാസ്തവത്തിൽ ഇപ്പം ആ സ്വർണത്തിൻ്റെ മേൽ അവകാശം നമുക്കല്ല, പണം നമുക്ക് കടം തന്ന ആളിനാണ്. അങ്ങനെ വരികയാണ്. എപ്പം വേണമെങ്കിൽ നമ്മളെ പണം തിരിച്ചു കൊടുക്കുന്നില്ല, ആ സ്വർണം ആ വ്യക്തികളായിട്ട് മാറിപ്പോകും. നമ്മളതെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്, അംഗീകരിച്ച് കൊടുത്തിരിക്കുകയാണ്. ഇപ്പം ശമ്പളമുള്ളവർ ശമ്പളത്തിൻ്റെ ഈടിന്മേൽ കടം എടുത്തുകൊണ്ട് വീട് പണിക്കൊക്കെ പോകുന്നത് നമുക്കറിയാം, ചെയ്യുന്നറിയാം. അപ്പം ആ ശമ്പളം നമ്മൾ എഴുതി കൊടുക്കുകയാണ്. ഞാൻ പണം തരുന്നില്ല എങ്കിൽ എൻ്റെ ശമ്പളം ഞാൻ ജോലി ചെയ്യും, നീ ശമ്പളം മേടിച്ചോ, നീ ശമ്പളം എടുത്തോ, ആ ശമ്പളം നിനക്ക് സ്വന്തമാക്കി എടുക്കാം. അപ്പം എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം എടുക്കാനുള്ള അവകാശം നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അതൊരു വലിയ ഡെലിക്കേറ്റ് സിറ്റുവേഷനാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ വേറെ ആളുടെ ജാമ്യത്തിന്മേൽ നമ്മൾ കടം വാങ്ങിക്കാറുണ്ട്. ജാമ്യം നിൽക്കുന്ന ഒരാൾ, അപ്പോൾ ആ ജാമ്യത എഴുതി കൊടുത്ത് കഴിയുമ്പോൾ പിന്നെ ഈ വ്യക്തി പൈസ തിരിച്ച് കൊടുക്കുന്നില്ല എങ്കിൽ ജാമ്യം നിന്നയാൾ അകത്താകും, ആളുടെ വസ്തു പോകും. അങ്ങനെ ഈടുള്ള വസ്തുവുള്ള ഒരാളിൻ്റെ മേലെ
എന്നെ മാത്രം ജാമ്യമായിട്ട് സ്വീകരിക്കുകയുള്ളൂ മറ്റു പണം തരുമ്പം. അപ്പം ആ വ്യക്തി തൻ്റെ വസ്തുവിനെ, തൻ്റെ സ്വാതന്ത്ര്യത്തെ എല്ലാം അവിടെ പണയപ്പെടുത്തിയിരിക്കുക, അവകാശം കൊടുത്തിരിക്കുകയാണ്. ചിലപ്പോൾ സൗഹൃദത്തിൻ്റെ പേരിൽ നമ്മൾ കടം വാങ്ങിക്കാറില്ലേ? അവിടെ നമ്മൾ ആ സൗഹൃദത്തിൻ്റെ ഈടിന്മേലാണ് കടം വാങ്ങിക്കുന്ന പണം. ആ പണം തിരിച്ചു കൊടുത്തില്ലെങ്കിലോ സൗഹൃദം പോകും. നമ്മൾ ഞാൻ ചിന്തിക്കുമ്പോൾ പാപം വഴി കടമുണ്ടാകുന്നുണ്ട്. എവിടെ കടമുണ്ടാകുന്നത്? പാപം പിശാചിൻ്റെ പ്രവൃത്തിയാണ്. അവനെ നമ്മൾ അനുസരിക്കുകയാണ്. അപ്പോൾ അവന് നമ്മൾ പാപത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ പിശാച് അനുസരിക്കുമ്പം നമ്മൾ പിശാചിൻ്റെ കടക്കാരനായിട്ട് മാറുകയാണ്. പിശാചിൻ്റെ കടക്കാരനായിട്ട് വെച്ചാൽ അവന് നമ്മുടെ മേല്, നമ്മുടെ ജീവിതത്തിൻ്റെ മേല്, നമ്മുടെ ആത്മാവിൻ്റെ മേല്, നമ്മുടെ നിത്യതയുടെ മേല് അവന് അവകാശം കിട്ടുകയാണ്. അപ്പം അങ്ങനെ വന്നുപോയ കടം നമ്മൾ തീർക്കുന്നില്ല എങ്കിൽ നമ്മളുടെ ജീവിതം, നിത്യത അവൻ്റെ കയ്യിലാണ്. സ്വർണം നമ്മൾ പൈസ കൊടുത്ത് തിരിച്ചെടുക്കുന്നില്ല എങ്കിൽ മറ്റേ ആളുടെ കൈ പോകും. പെട്ടിക്കതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞ് ഇപ്പം തന്നെ. അപ്പം നമ്മൾ പാപം ചെയ്യുമ്പം നമ്മൾ സാത്താന് നമ്മളെ തന്നെ പണയപ്പെടുത്തി കൊടുക്കുന്നൊരു അപകടം അവിടെ വരുന്നുവെന്നാണ്. സക്കറിയയുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ പ്രധാന പൗരൻ ജോഷിയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ സാത്താൻ അവകാശം പറഞ്ഞ് അടുത്ത് നിൽക്കുന്ന, കുറ്റം ആരോപിക്കുക നമ്മൾ വായിക്കുന്ന അങ്ങനെയാണല്ലോ. അപ്പം അതിൻ്റെ കാരണം പറയുന്നത് 3-ാം വാക്യം പറയുകയാണ്, യോശ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുകയായിരുന്നു. ഈ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ചില അകൃത്യങ്ങളായിരുന്നു. ആ അകൃത്യങ്ങളുമായിട്ട് പാപങ്ങൾ, ആ പാപങ്ങളുമായിട്ട് ജോഷുവ ജീവിച്ചിടത്തോളം സമയം സാത്താൻ അവിടെ അവകാശം പറഞ്ഞ് നിൽക്കുകയാണ്. സാത്താന് ജോഷുവ തൻ്റെ ജീവിതം പണയപ്പെടുത്തി. എങ്ങനെ പണയപ്പെടുത്തി? നമ്മളവിടെ തുറന്ന് വായിക്കുമ്പോൾ 5, 6 ഒക്കെ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം, ദൈവം ജോഷുവ പുരോഹിതന്റെ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, താക്കീത് കൊടുക്കുകയാണ്. നീ എൻ്റെ മാർഗത്തിൽ ചരിക്കുകയും എൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്താൽ നീ എൻ്റെ ആലയത്തെ ഭരിക്കും, എൻ്റെ അങ്കണത്തിൻ്റെ ചുമതല വഹിക്കും എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മാർഗം വിട്ട് പിശാചിൻ്റെ മാർഗത്തിലൂടെ എവിടെയോ ജോഷുവ പുരോഹിതൻ പോയി. ദൈവത്തിൻ്റെ നിർദ്ദേശം അനുസരിക്കാതെ സാത്താൻ്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് എവിടെയോ ജോഷുവ പുരോഹിതൻ പെരുമാറി. അതുവഴിയായിട്ട് ജോഷുവയുടെ ജീവിതത്തിലേക്ക് സാത്താൻ അവകാശം കിട്ടി. അങ്ങനെ അവകാശം ജോഷുവ കൊടുത്തു. അതുകൊണ്ട് സാത്താൻ ഇപ്പം അവകാശം അവൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പം അവനെ ഓടിച്ചു വിടാൻ നോക്കിയിട്ട് സാധിക്കുന്നില്ല. ദൈവം ശാസിച്ച് 2 പ്രാവശ്യം സാത്താൻ പോകുന്നില്ല. അവസാനം ആ മുഷിഞ്ഞ വസ്ത്രങ്ങൾ നീക്കി എന്ന് വെച്ചാൽ കടം വീട്ടി എന്നർത്ഥം. നമ്മൾ അവിടെ ആ വചനഭാഗം വീണ്ടും താഴേക്ക് വായിക്കുമ്പോൾ 8, 9 ഒക്കെ വാക്യങ്ങൾ വായിക്കുമ്പം തമ്പുരാൻ പറയുന്നത് കാണാം, ഇത് ഈ 7 മുഖമുള്ള ഒറ്റക്കല്ലിൽ എഴുതി വെക്കണം, എൻ്റെ ദാസനായ ശാഖയെ ഞാൻ കൊണ്ടുവരും, അവൻ ഒറ്റ ദിവസം കൊണ്ട് ഈ ദേശം മുഴുവൻ്റെയും പാപം തുടച്ചു നീക്കും. ദേശം മുഴുവൻ്റെയും പാപം തുടച്ചു നീക്കും. അതെപ്പോഴാണ് തമ്പുരാൻ ചെയ്തത്? അതാണ് മത്തായിയുടെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ വാക്യത്തിൽ ഈശോ തന്നെ പറ്റി തന്നെ പറയുകയാണ്, അനേകരുടെ മോചന ദ്രവ്യമായി സ്വജീവൻ നൽകാൻ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നു, അതുപോലെ ആവണം നിങ്ങളും. മോചന ദ്രവ്യമായിട്ട് സ്വന്തം ജീവൻ നൽകാൻ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നു എന്ന് വെച്ചാൽ മനുഷ്യമക്കൾ ഉണ്ടാക്കി വെച്ച കടം വീട്ടാനുള്ള ദ്രവ്യം, കടം വീട്ടരെ മോചിപ്പിക്കാനുള്ള ദ്രവ്യമായിട്ട് സ്വന്തം ജീവിതം കുരിശിൽ ബലിയാക്കാനായിട്ട് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. കൊളോസസിലെ സഭയ്ക്കുള്ള ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 14, 15 തിരുവചനങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ, അതായത് കടപ്പത്രങ്ങളെ അവൻ മായിച്ചു കളയുകയും അവയെ കുശിത്തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി അവയെ പരസ്യമായി അവഹേളന പാത്രമാക്കി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങൾ എന്ന് പറയുന്നത് ഈ കടപ്പത്രങ്ങളാണ്. എഴുതി കൊടുത്ത കടപ്പത്രം മറ്റേ ആളിൻ്റെ മേശക്കകത്തിരിക്കുന്നു, നമ്മുടെ വസ്തുവിനെ പണയപ്പെടുത്തി കൊടുത്തിരിക്കുന്നതാണ്. അത് വെച്ചുകൊണ്ട് മറ്റേ വ്യക്തി ഇങ്ങനെ ജപ്തിയിലേക്ക് നീങ്ങുന്നു, പണം ചോദിക്കുന്നു, പരിശോധിക്കുന്നു. അപ്പോൾ കടപ്പത്രം തീരാതെ ഈ പറമ്പ് നമുക്ക് സ്വന്തമായിട്ട് വരുന്നില്ലല്ലോ, എപ്പോഴും ജപ്തി ചെയ്ത് പോകാം, വീട് പറമ്പ് ജപ്തി ചെയ്ത് പോകാം, സ്വർണം വിറ്റ് പോകാം. ഈ അപകടാവസ്ഥയാണ്. അപ്പോൾ ആര് കടം വീട്ടും? അതാണ് ദൈവം തന്നെ പുത്രനെ അയച്ചുകൊണ്ട് മോചന ദ്രവ്യമായിട്ട് സ്വന്തം ജീവൻ നൽകാനായിട്ട് ഞാൻ വന്നിരിക്കുന്ന ഈശോ പറയുമ്പോൾ കാണുന്നത്. യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 7-ാമത്തെ തിരുവചനത്തിൽ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മെ ശുദ്ധീകരിക്കുന്നു. അവിടെ 9-ാം ഭാഗത്തിൽ നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ കാരുണ്യവാനും നീതിമാനുമാകിയാൽ
നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കുകയും എല്ലാ അനീതികളും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ യേശുവിൻ്റെ രക്തമാണ് എല്ലാ പാപങ്ങളും നമ്മെ മോചിപ്പിക്കുന്ന കടങ്ങളെല്ലാം വീട്ടി നമ്മളെ വീണ്ടും സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് പാപങ്ങളും കടങ്ങളും എന്നൊരു ആശയം നമ്മൾ ഒരുമിച്ച് കാണണം. ഈശോ ഇവിടെ പറയുകയാണ്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കണമേ. തുറന്നീശോ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കും. നമ്മൾ കണ്ടു മത്തായി 6:14-15 വാക്യങ്ങളിൽ നിങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് നിങ്ങൾ ക്ഷമിക്കുന്ന പോലെ. അപ്പോൾ നമ്മുടെ ഓരോ പാപത്തിൻ്റെ പ്രവൃത്തിയും നമ്മളെ പിശാചിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ പണയപ്പെടുത്തുന്ന ഒരു അപകടാവസ്ഥ വരുത്തി വെക്കുന്നുണ്ട്. അവന് നമ്മുടെ മേൽ അവകാശം കിട്ടുന്നുണ്ട്. അത്രയും വേഗം നമ്മൾ തീർത്തെടുക്കുന്നില്ല എങ്കിൽ ആ പാപത്തിൻ്റെ അവസ്ഥയിൽ നമ്മൾ മരിക്കുന്നതെങ്കിൽ നമ്മൾ പിശാചിൻ്റെ കയ്യിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ഈശോ തൻ്റെ രക്ഷാകര ദൗത്യം പൂർത്തിയാക്കാനായിട്ട് ഭൂമിയിലേക്ക് വരുമ്പോൾ തൻ്റെ ദൗത്യം ആരംഭിക്കുമ്പോൾ ദൈവരായി സംഭവിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് ആദ്യമായിട്ട് അനുതപിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഈശോയുടെ പേര് തന്നെ പാപത്തിൽ നമ്മെ മോചിപ്പിക്കുന്നതെന്നാണല്ലോ മത്തായി 1:21 വാക്യം നമുക്കറിയാം. ലൂക്കാ 1:76-77 വാക്യങ്ങളിൽ സക്കറിയ പുരോഹിതൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പ്രവചിക്കുമ്പോൾ ശ്രാപകന്റെ ദൗത്യത്തെക്കുറിച്ച് പറയുമ്പോൾ പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് ജനത്തിന് അറിവ് കൊടുക്കാനാണ് നീയോ പൈതലെ മുന്നോടിയായിട്ട് അയക്കപ്പെട്ടിരിക്കുന്നത് പറയുകയാണ്. ഈശോയുടെ രക്ഷാകര ദൗത്യം മുഴുവനും പാപമോചനം വഴിയുള്ള രക്ഷയുടെ ദൗത്യമാണ്. കാരണം പാപം നമ്മെ പിശാചിന് കടക്കാരാക്കി തീർക്കുന്നു. നമ്മുടെ മേൽ അവൻ അവകാശം എഴുതി നമ്മൾ കൊടുക്കുന്ന അപകടാവസ്ഥയ്ക്ക് വരുത്തുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.